Good morning, dear friends. Welcome back to the second session of network theorems. Today, we will discuss the source conversion and superposition theorem. So, first, let us see what is meant by the source conversion. നമ്മൾ നെറ്റ്വർക്ക് സർക്യൂട്ടുകളിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സോഴ്സുകളാണ് നമ്മൾ മീറ്റ് ചെയ്യാറുള്ളത്. ഒന്ന് വോൾട്ടേജ് സോഴ്സ് ആണ്. ദ സെക്കൻഡ് വൺ ഈസ് ദ കറണ്ട് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു വോൾട്ടേജ് സോഴ്സ് വിച്ച് പ്രൊവൈഡ്സ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അല്ലേ, കോൺസ്റ്റന്റ് ആയിട്ട് 1.5 വോൾട്ടേജ് തരുന്ന, 12 വോൾട്ടേജ് തരുന്ന, അങ്ങനെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഔട്ട്പുട്ട് തരുന്ന സോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് സോഴ്സ്. അതേപോലെ ഒരു പർട്ടിക്കുലർ കറണ്ട്, കോൺസ്റ്റന്റ് കറണ്ട് 1 ആംപിയർ 2 ആംപിയർ, അങ്ങനെ ഒരു ഫിക്സഡ് കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് തരുന്ന സോഴ്സിനെയാണ് നമ്മൾ കറണ്ട് സോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഈ വോൾട്ടേജ് സോഴ്സിനെയും കറണ്ട് സോഴ്സിനെയും എങ്ങനെ പരസ്പരം കൺവേർട്ട് ചെയ്യാം, വോൾട്ടേജ് സോഴ്സിനെ എങ്ങനെ കറണ്ട് സോഴ്സ് ആക്കിയിട്ട് മാറ്റാം, ഒരു കറണ്ട് സോഴ്സിനെ എങ്ങനെ വോൾട്ടേജ് സോഴ്സ് ആക്കിയിട്ട് മാറ്റാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ എ ഗിവൺ വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇക്വാലന്റ് കറണ്ട് സോഴ്സ് വിത്ത് എ പാരലൽ റെസിസ്റ്റൻസ്, അല്ലേ. നോക്കൂ, എ ഗിവൺ വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസ്, ദിസ് വൺ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ കറണ്ട് സോഴ്സ്. നോക്കൂ, ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, അല്ലേ. കറണ്ട് സോഴ്സ് വിത്ത് പാരലൽ റെസിസ്റ്റൻസ്, ഇക്വാലന്റ്, അല്ലെ. ഇക്വാലന്റ്, ഈ രണ്ട് സർക്യൂട്ടുകൾ എന്താണ്, ഇക്വാലന്റ് ആണ്. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ, അല്ലെ, ഇങ്ങനെയുള്ള എ കറണ്ട് സോഴ്സ് വിത്ത് എ പാരലൽ റെസിസ്റ്റൻസ് ആർ എസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസ് ആർ എസ്. ഓക്കെ, ഇനി നോക്കൂ, ഇത് എപ്പോഴായിരിക്കും പോസിബിൾ ആകുന്നത്? ഇഫ് ദെയർ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജസ് ആർ ഈക്വൽ. മീൻസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ സർക്യൂട്ട് ഒന്നും തന്നെ കണക്ട് ചെയ്യാതെ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന സമയത്ത് ഈ പോയിന്റിലും ഇടയിലുള്ള, ഈ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് ദി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അതേപോലെ ഇവിടെ ആണെങ്കിൽ ഈ പോയിന്റിനും ഇടയിലുള്ള വോൾട്ടേജ്, ഈ രണ്ട് വോൾട്ടേജും സെയിം ആയിരിക്കണം. നമുക്ക് നോക്കാം സെയിം ആണോ എന്ന് നോക്കാം. അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറൻസ് ആർ ഈക്വൽ. മീൻസ് നമ്മൾ ഈ രണ്ട് പോയിന്റുകളെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും, അതേപോലെ ഈ രണ്ട് എൻഡുകളെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും സെയിം ആയിരിക്കും. അപ്പോഴേ നമുക്ക് രണ്ടും ഈക്വലൻ്റ് ആണ്, രണ്ടും ഒരുപോലെയാണ് എന്ന് പറയാൻ പറ്റും. ഒന്ന് വോൾട്ടേജ് സോഴ്സ് റെപ്രസെൻ്റ് ചെയ്തു, മറ്റത് കറണ്ട് സോഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തു എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വോൾട്ടേജ് സോഴ്സ് ടു കറണ്ട് സോഴ്സ് കൺവേർഷൻ. സോ വി ആർ ഗിവൺ ദിസ് കൈൻഡ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ്, അല്ലേ. ഇവിടെ ഒരു 10 വോൾട്ടേജ് ഔട്ട്പുട്ട് തരുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ആണുള്ളത്. സോ എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് 5 ഓം, അല്ലേ. നമുക്കറിയാം എ ബി പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ആണ്. നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ 10/5 മീൻസ് 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും, അല്ലേ. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 2 ആംപിയർ ഫ്ലോ ചെയ്യും, അല്ലേ. നോക്കൂ, നമ്മളിവിടെ കണക്ട് ചെയ്ത സമയത്ത് ഇതിലൂടെ ഇവിടെ 10 വോൾട്ടേജ് ആണ് വോൾട്ടേജ് സോഴ്സ് ഉള്ളത്. ആകെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. അതൊന്ന് 10/5 2 ആംപിയർ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, നമ്മുടെ വോൾട്ടേജ് ടു കറണ്ട് കൺവേർഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സീരീസ് റെസിസ്റ്റൻസിനെ നമ്മളിവിടെ ഇതിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ഇവിടുത്തെ കറണ്ട് സോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോ 2 ആംപിയർ കറണ്ടുള്ള ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ 5 ഓം റെസിസ്റ്റൻസ്. സോ ഇപ്പോൾ ഇതെന്തായിട്ട് മാറി നോക്കൂ, എ കറണ്ട് സോഴ്സ്, അല്ലേ, വിത്ത് സെയിം സ്പെസിഫിക്കേഷൻസ്. മീൻസ് ഈ എൻ പോയിന്റുകളിലെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോക്കൂ, ഇവിടെ 2 ആംപിയർ കറണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 ആംപിയർ കറണ്ട് 5 ഓമിലൂടെ കടന്നു പോകുമ്പോൾ 2 × 5 10 വോൾട്ടേജ് തന്നെയായിരിക്കും ഇതിൻ്റെ അക്രോസിൽ വരുന്ന ഡ്രോപ്പ്. ഇതിൻ്റെ അക്രോസിൽ വരുന്ന 5 ഓമിൻ്റെ അക്രോസിൽ വരുന്ന ഡ്രോപ്പ് തന്നെയായിരിക്കും എയുടെയും ബിയുടെയും ഇടയിലുള്ള ഓപ്പൺ വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊന്നും കണക്ട് ചെയ്യാതിരിക്കുമ്പോഴുള്ള വോൾട്ടേജ്. ഇവരെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ കറണ്ട് തന്നെയായിരിക്കും ഇതിലൂടെ ഈ 2 ആംപിയർ കറണ്ട് തന്നെയായിരിക്കും ഇതിലൂടെ പോകുന്നതിന് പകരം അവർ ഈ ഷോർട്ട് സർക്യൂട്ടഡ് എൻഡിലൂടെ പോകുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഈ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് 5 ഓമിൻ്റെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് 5 ഓം equivalent circuit. Okay, so this is the one example for voltage to current source conversion. Okay, ഇനി നമുക്ക് കറണ്ട് സോഴ്സിനെ എങ്ങനെയാണ് ഒരു വോൾട്ടേജ് സോഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ നേരത്തെ കണ്ട ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇതൊരു കറണ്ട് സോഴ്സ് ആണ്. എ കറണ്ട് സോഴ്സ് വിത്ത് എ പാരലൽ റെസിസ്റ്റൻസ് 2 ഓം. ഓക്കെ, സോ ഇവിടെ 5 ആംബിയർ ഉള്ള ഒരു കറണ്ട് സോഴ്സാണ്. ഇവിടെ പാരലായിട്ട് ഒരു 2 ഓം റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ 5 ഓം 2 ഓമിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, ഇവിടെ ഓപ്പൺ സർക്യൂട്ടായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇവിടെ ഒന്നും കണക്ട് ചെയ്യാത്ത സമയത്ത് കറണ്ട് ഇതിലൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത് അല്ലേ, 2 ഓമിലൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ ആ സമയത്ത് ഇതിൻ്റെ അക്രോസിൽ വരുന്ന ഡ്രോപ്പ് വിൽ ബി I/R അല്ലെ, മീൻസ് 5 × 2 10 വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. സോ ആ 10 വോൾട്ടേജ് തന്നെയായിരിക്കും എക്കും ബിക്കും ഇടയിൽ കിട്ടുന്നത്. സോ വോൾട്ടേജ് സോഴ്സിലേക്ക് മാറ്റും. അപ്പോൾ നമ്മളെ വോൾട്ടേജ് എത്രയായിരിക്കണം, 10 വോൾട്ടേജ് ആയിരിക്കണം. മാത്രമല്ല ഈ റെസിസ്റ്റൻസിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും വേണം. സോ അതെന്തായിട്ട് മാറി നോക്കൂ, ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് മാറി. സോ എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ പാരലൽ റെസിസ്റ്റൻസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ്. സോ ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിപ്പോൾ നമ്മൾ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സിൻ്റെയും കൺവേർഷനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം. സോ എ വോൾട്ടേജ് സോഴ്സ് ഈസ് whose output voltage remains constant irrespective of the amount of current drawn from it. അല്ലേ, നമ്മൾ ഏതൊരു, ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള കറണ്ട് ആണെങ്കിൽ നമ്മൾ ഏതൊരു ഉപകരണം കണക്ട് ചെയ്ത് കഴിഞ്ഞാലും, എത്ര കറണ്ട് എടുക്കുന്ന ഒരു ആംബിയർ എടുക്കുന്ന ഒരു ഉപകരണം കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അല്ലെ, വീട്ടിലെ വോൾട്ടേജ് ഒക്കെ 230 വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ ചില സമയത്ത് വലിയ ആംബിയർ കൂടിയ വലിയ ഏതെങ്കിലും ഒരു മെഷീൻസ് ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം അവിടെ വലിയ കറണ്ട് എടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടും നമുക്ക് മൊത്തത്തിൽ നാട്ടിൽ തന്നെ മൊത്തം കറണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. സോ അവിടെയൊക്കെ തന്നെ ഇവിടെ അതൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് അത് ലെഫ്റ്റ് അടിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ ഒരു ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോക്കൂ, കറണ്ടിനെ തീരെ ഡിപ്പെൻഡ് ചെയ്യാതെ എത്ര കറണ്ട് എടുത്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഴ്സിനെ പറയുന്ന പേരാണ് ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്. എ വോൾട്ടേജ് സോഴ്സ് ഹൂസ് ഔട്ട്പുട്ട് വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് റെസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് ഓഫ് കറണ്ട് ഡ്രോൺ ഫ്രം ഇറ്റ്. ഓക്കെ, സോ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് പോസസ് സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതാണ് അതിൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്, സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ബട്ട് പ്രാക്ടിക്കലി നമുക്കറിയാം സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ പോസിബിൾ അല്ല. കാരണം നമ്മൾ കണ്ടക്റ്റിംഗ് വയറുകൾക്ക് തന്നെ വളരെ ലോ ആണെങ്കിലും ഒരു ചെറിയ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രമാത്രം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഒരു ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സും കറണ്ട് വോൾട്ടേജ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സും നമ്മൾ വ്യത്യാസം നോക്കൂ. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ചിലപ്പോൾ ഇത് നമ്മൾ സ്മോൾ ആർ ആയിട്ട് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ദി സ്മോൾ ആർ ഷുഡ് ബി 0. ഓക്കെ, ഈ പ്രാക്ടിക്കൽ നമുക്കറിയാം ആർ 0 ആക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ 0 ആക്കാൻ കഴിയില്ല, ഒരു ചെറിയൊരു വാല്യൂ ഉണ്ടാവും. സോ അത്തരത്തിലുള്ളൊരു കേസാണ് ഇവിടെ, പ്രാക്ടിക്കൽ കേസാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ഇവിടെ 6 വോൾട്ട് ഉള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. ബട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് 0.005 ഓം അല്ലെ, 5 മില്ലി ഓം ആണ്. വളരെ ചെറിയ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇത് ഓപ്പൺ സർക്യൂട്ട് ആകുന്ന കേസിൽ ഇവിടെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകുന്ന കേസിൽ അല്ലേ, ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും തന്നെ കണക്ട് ചെയ്യാത്ത സമയത്ത് ദ വോൾട്ടേജ് ഷുഡ് ബി 6 വോൾട്ട്. കാരണം അവിടെ കറണ്ട് ഒന്നും തന്നെ ഫ്ലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റെസിസ്റ്റൻസിനെ ക്രോസ് ഡ്രോപ്പ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എ ബി പോയിന്റുകൾക്കിടയിൽ 6 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി നമ്മൾ ഇതിനെ 0 ആംബിയറിൽ നിന്ന് മീൻസ് ഓപ്പൺ കേസിൽ നിന്നും 100 ആംബിയറിലേക്ക് ഇവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നു. സോ ഇത് 100 ആംബിയർ ആയിട്ട് മാറും അല്ലേ. ഏകദേശം ചെറിയ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 100 ആംബിയർ ആയിട്ട് മാറുന്നു. സോ ആ മൊമെന്റിൽ 100 ആംബിയർ നോക്കൂ, ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്നും 100 ആംബിയർ നമ്മുടെ ഇന്ത്യൻ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് 100 ഇൻറ്റു 0.005 എന്ന് പറയുമ്പോൾ 0.5 വോൾട്ടേജ് അല്ല, I ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആണ്. സോ അതുതന്നെ 0.5 വോൾട്ടേജ് ഇതിൻ്റെ അക്രോസിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ബാക്കി വോൾട്ടേജ് മാത്രമേ നമ്മുടെ ഈ ലോഡിൻ്റെ അക്രോസിൽ കിട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് 5.5 വോൾട്ടേജ് മാത്രമേ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നുള്ളൂ എന്നർത്ഥം. സോ 0 ആംബിയറിൽ നിന്ന് 100 ആംബിയറിലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്സ് ഫ്രം 6 വോൾട്ടേജ് ടു 5.5 വോൾട്ട്. ചെറിയൊരു വേരിയേഷനേ വരുന്നുള്ളൂ. 100 ആംബിയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ബിഗ് എമൗണ്ട് ഓഫ് കറണ്ട് ആണ്. സോ അത്രയും വേരിയേഷൻ വന്നിട്ടും 0.5 വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നു. അപ്പോൾ പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആണ് നമുക്കിതിനെ പറയാം. ഓക്കെ, ഇനി എന്താണ് അതുപോലെ കറണ്ട് സോഴ്സ് എന്ന് നോക്കാം. സോ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് സോഴ്സ്. സോ എന്താണ് ഒരു ഐഡിയൽ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് എന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് എ കറണ്ട് സോഴ്സ് whose output current remains constant irrespective of the load connected to it. നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ പറഞ്ഞ ആംബിയർ വേരി ചെയ്യുന്നതിനനുസരിച്ച് അല്ലേ, അല്ലെങ്കിൽ എത്ര കറണ്ട് ഡ്രോ ചെയ്യുന്നതിനനുസരിച്ചാണ് അവിടെ വോൾട്ടേജ് വേരി. ഇവിടെയാണെങ്കിൽ നമ്മൾ അവിടെയും ലോഡ് കണക്ട് ചെയ്യുമ്പോൾ തന്നെയായിരുന്നു കറണ്ട് വേരി ചെയ്തത്. ഇവിടെ നമ്മൾ ലോഡ് നേരിട്ട് പറഞ്ഞതെന്ന് മാത്രം. ഏത് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും, AC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് കറണ്ട് റിമൈൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, സെയിം 1 ആംബിയർ ആണെങ്കിൽ 1 ആംബിയർ കറണ്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ, then such sources are called ideal constant current source. Okay, so actually it is a voltage source. Whose internal resistance is infinity. It is a voltage source whose internal resistance is infinity. Okay, practically നമുക്കറിയാം ഇൻഫിനിറ്റി ഉള്ള ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാറുള്ളത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനേക്കാളും കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ ആയിട്ടുള്ള വലിയ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വോൾട്ടേജ് സോഴ്സുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. Okay, so larger the internal resistance, nearer to the constant current source. Okay, constant ideal current source. Okay, for example നോക്കാം. ഇവിടെ നോക്കൂ, when the load increases from 20k to 200k. ഇതൊരു കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ കേസ് എടുക്കാൻ കഴിയില്ല. സോ ഇവിടെ ലോഡ് കണക്ട് ചെയ്തൊരു കേസ് മാത്രം എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 20 കിലോ ഓം മുതൽ 200 കിലോ ഓം വരെ നമ്മുടെ ലോഡ് വേരി ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് കറണ്ടിൽ വരുന്ന മാറ്റം നോക്കാം. നമുക്കൊരു ഐഡിയൽ കേസ് ആണെങ്കിൽ മാറ്റമൊന്നും തന്നെ വരാൻ പാടില്ല അല്ലേ. പക്ഷെ അതൊരു ഐഡിയൽ കേസ് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ നിയർലി ഐഡിയൽ ആയിട്ടുള്ള ഒരു കേസിൽ, അപ്പോൾ നമ്മൾ നിയർലി ഐഡിയൽ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയുള്ള ലോഡിനേക്കാളും വളരെ കൂടിയ ലാർജർ ആയിട്ടുള്ള ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് എടുത്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്കൊരു പ്രാക്ടിക്കൽ കേസ് കിട്ടുക. സോ ആ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 1 മില്ലി ഓം ആണ് ഇവിടെ നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ആ കേസിൽ എന്ത് സംഭവിക്കും നോക്കൂ, ഇവിടുത്തെ കറണ്ട് എന്ന് പറയുമ്പോൾ 20 കിലോ ഓം ആകുന്ന സമയത്ത് എന്ത് വരും നോക്കൂ, കറണ്ട് I = V/R ആയിരിക്കുമല്ലോ. സോ 6/R എന്ന് പറയുമ്പോൾ 20 കിലോ ഓം ആകുമ്പോൾ ഇത് 1 മില്യൺ ആണ് അല്ലെ, അല്ലെങ്കിൽ 1 മെഗായാണ്. സോ 1 മെഗാ പ്ലസ് 20k എന്ന് പറയുമ്പോൾ 1.02. സോ 6/1.02 ദാറ്റ് ഈസ് 5.02
9 മൈക്രോ ആംബിയർ കറണ്ട് ആയിരിക്കും ആ കേസിൽ കിട്ടുന്നത്. അതേപോലെ 200K ആകുന്ന സമയത്ത് 0.2 മെഗയാണ് അല്ലേ. സോ 6/1.2 എന്നായിട്ട് മാറും. സോ 6/1.2 എന്ന് പറയുമ്പോൾ 5 മൈക്രോ ആംബിയർ ആയിട്ട് മാറും. സോ 5.9 മൈക്രോ ആംബിയറിൽ നിന്നും 5.0 മൈക്രോ ആംബിയർ ആയിട്ട് നമ്മൾ കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് 10 ടൈംസ് ഇൻക്രീസ് ചെയ്തു അല്ലേ. ലോഡിൽ 10 ടൈംസ് വേരിയേഷൻ വന്നപ്പോഴും ഇവിടെ ഒരു 0.9 മൈക്രോ ആംബിയറിൻ്റെ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഒരു പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആണെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഓക്കെ, നൗ മറ്റൊരു പ്രിൻസിപ്പിൾ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ പൊസിഷൻ തിയറം അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് സൂപ്പർ പൊസിഷൻ തിയറം ഇൻ നെറ്റ്വർക്ക് തിയറംസ്? ഓക്കെ, സോ ഇതിൻ്റെ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സോ ഇൻ എ നെറ്റ്വർക്ക് ഓഫ് ലീനിയർ റെസിസ്റ്റൻസസ്, so any kind of network containing linear resistances containing more than one generator or more than one EMF or more than one voltage source, the current which flows at any point is the sum of all currents which would flow at that point if each generator was considered separately and all other generators are replaced for the time being by resistances equal to their internal resistances. ഇത് വളരെ സിമ്പിളായുള്ള തിയറാണ്. കുറച്ച് ലോങ് ഡെഫിനിഷൻ ആയിപ്പോയിരുന്നു. അത് നമുക്ക് നമ്മുടെ ടേംസിലേക്ക് ഇതിനെ മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. നമുക്കറിയാവുന്ന നമ്മളുടെ ലെവൽ അനുസരിച്ചുള്ളൊരു ടേംസിൽ നമുക്കിതിനെ മാറ്റി എഴുതാം. ഓക്കെ, അങ്ങനെ സിംഗിൾ സെൻറ്റൻസ് തന്നെ ആക്കിയിട്ട് എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോ ഫോർ എ നെറ്റ്വർക്ക് കണ്ടെയ്നിങ് ദി ലീനിയർ റെസിസ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൽ ഒന്നിലധികം വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ ഓരോ പോയിന്റിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് കറണ്ട് വിൽ ബി സം ഓഫ് കറണ്ട് ഡ്യൂ ടു ഈച്ച് വോൾട്ടേജ് സോഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി. ഈച്ച് വോൾട്ടേജ് സോഴ്സ് ഇൻഡിപെൻഡൻ്റ് മീൻസ് ഇപ്പോൾ ഈ പോയിന്റിൽ ഇവിടെ 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലേ. ഇതൊരു ലീനിയർ നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റൻസസ് ആണ്. സോ ഇതിൽ 2 വോൾട്ടേജ് സോഴ്സ്, 6 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതേപോലെ 12 വോൾട്ടേജിൻ്റെ മറ്റൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഈ 2 വോൾട്ടേജ് സോഴ്സിലും 2 വോൾട്ടേജ് സോഴ്സും അടങ്ങിയിട്ടുള്ള ഈ സർക്യൂട്ടിൽ നോക്കൂ. ഇപ്പോൾ ഈ 6 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ട് I എന്ന് പറയുന്നത് നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയും. നമ്മൾ ആദ്യം ഈ 12 വോൾട്ടേജ് സോഴ്സ് ഇല്ല എന്ന് സങ്കല്പിക്കുന്നു. പകരം അവിടെ ഒരു 1 ഓം അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ഇവിടെ ഒരു സിംഗിൾ വോൾട്ടേജ് 6 വോൾട്ട് മാത്രമുള്ള സിംഗിൾ വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് പ്ലസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 വോൾട്ടേജ് സോഴ്സ് ഇല്ലാന്ന് അസ്യൂം ചെയ്യുന്നു. അതിന് പകരം അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ ഈ 12 വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്, സോ കറണ്ട് ഡ്യൂ ടു 6 വോൾട്ടേജ് പ്ലസ് കറണ്ട് ഡ്യൂ ടു 12 വോൾട്ടേജ് ഈ പോയിന്റിലൂടെ അല്ലെ 6 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായിരിക്കും ടോട്ടൽ 6 ഓമിലൂടെ പോകുന്ന കറണ്ട്. മീൻസ് കറണ്ട് സം ഓഫ് കറണ്ട്സ് ഡ്യൂ ടു ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസ് അല്ലെങ്കിൽ ഡ്യൂ ടു വോൾട്ടേജ് സോഴ്സസ് ഇൻഡിപെൻഡൻ്റ്ലി. സം ഓഫ് കറണ്ട്സ് ഡ്യൂ ടു വോൾട്ടേജ് സോഴ്സസ് ഇൻഡിപെൻഡൻ്റ്. ഓരോ വോൾട്ടേജ് സോഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മായിരിക്കും ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം, ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. നോക്കൂ, എക്സാമ്പിൾ എന്താണെന്ന് നോക്കൂ. സോ ദി സർക്യൂട്ട്, ലെറ്റ് എ ബാറ്ററി ഓഫ് EMF 6 volt and 12 volt and their internal resistances 0.5 ohm and 1 ohm. The values of other resistance are as indicated, less 2.5, 6 ohm, 2 ohm. Find the different currents flowing in the branches and voltage across 60 ohm. So നമുക്ക് ഈ I1 കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ I കണ്ടുപിടിക്കണം, അതേപോലെ 6 ഓമിന് അക്രോസിലുള്ള 6 ആണ്, സോറി 6 ഓമിന് അക്രോസിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് I × 6 ഓം അല്ലേ, IR ആയിരിക്കുമല്ലോ. സോ ആ വോൾട്ടേജ് എത്രയാണെന്നും കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ എയിം വരുന്നത്. ഓക്കെ, സോ നമുക്ക് എളുപ്പത്തിന് വേണ്ടി, സോ ഇതിങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ എളുപ്പമല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും.
സോ നോക്കൂ, ഇതേ നെറ്റ്വർക്കിന് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, 12 വോൾട്ടേജ് സോഴ്സിനെ അതിനെ ഷോർട്ടൻ ചെയ്യുന്നു. മീൻസ് അതിൻ്റെ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ് ഇസ് ഇന്റേണൽ റെസിസ്റ്റൻസ്. മീൻസ് 1 ഓം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതില്ലാത്തത് പോലെയാണ് അല്ലേ. ഇപ്പോൾ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സർക്യൂട്ടിലെ കറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ 6 വോൾട്ടേജ് കൊണ്ട് മാത്രമുള്ള കറണ്ടുകൾ നമ്മൾ പ്രൈം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ കറണ്ട് അറ്റ് ദിസ് പോയിന്റ് ഇസ് I1 പ്രൈം, അറ്റ് ദിസ് പോയിന്റ് ഇസ് I2 പ്രൈം, അറ്റ് ദിസ് പോയിന്റ് ഇസ് I പ്രൈം. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു നോക്കൂ, ഇതിപ്പോൾ ഇങ്ങനെയാണ്, വോൾട്ടേജ് സോഴ്സ് ഇവിടെയാണ്, ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഒരു പാരലൽ സർക്യൂട്ടാണ് അല്ലേ, 6 ഓം പാരലൽ 2+1 ആണ് വരുന്നത്. സോ നമ്മൾ 2+1 അല്ലേ, അപ്പോൾ ഇതൊരു പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ 2+1 3 ആണ് അല്ലേ. സോ 6 പാരലൽ 3 ഓം ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പോയിന്റ് മുതൽ A to B പോയിന്റ് വരുന്നത്. സോ 3 പാരലൽ 6 എന്ന് പറയുമ്പോൾ 3 × 6 by 3 + 6 ദാറ്റ് ഈസ് 18 by 9 ദാറ്റ് ഈസ് 2 ഓം അല്ലേ. സോ ഇതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓം ആണ്. ഓക്കെ, നൗ എന്തായിരിക്കും ടോട്ടൽ കറണ്ട് വരുന്നത്, I1 പ്രൈം എന്തായിരിക്കും വരുന്നത്, ദിസ് 2.5 പ്ലസ് ഈ 2 ഓമിലൂടെ അല്ലേ, ഇവിടെ നെറ്റായിട്ട് 2 ഓം ആണല്ലോ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും. സോ ഇവിടെ എന്ത് വരും, 6 ബൈ അല്ലേ, ഇവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസും കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കണം. സോ 6 ബൈ 2.5 പ്ലസ് അല്ലേ, ഇവിടെയുള്ള നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ 0.5 പ്ലസ് 2.5 പ്ലസ് ഇതിൻ്റെ നെറ്റായിട്ട് വരുന്ന 2 ആണ് അല്ലേ. സോ 2.5 പ്ലസ് 2.5 പ്ലസ് 2 = 5 ഓം. സോ ദ കറണ്ട് I1 പ്രൈം is equal to ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വിൽ ബി 6 ബൈ 5 ദാറ്റ് ഈസ് 1.2 ആംബിയർ ആണ് I1 പ്രൈം എന്ന് പറയുന്ന കറണ്ട്. സോ I1 പ്രൈം നോക്കൂ, എ പോയിന്റിൽ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഭാഗം I1 6 ഓമിലൂടെ കടന്നു പോകുന്നു, മറ്റൊരു പാർട്ട് നമ്മുടെ 2 ഓമിലൂടെ പാസ് ചെയ്ത് പോകുന്നു അല്ലേ. സോ ഇത്തരത്തിലുള്ള കേസുകളിൽ ഇവിടെ നോക്കൂ, ഈ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് ദിസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദെയർ റെസിസ്റ്റൻസസ്. ഓക്കെ, സോ മീൻസ് ഈ 2 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ട് വിൽ ബി ദാറ്റ് ഈസ് അല്ലെങ്കിൽ 6 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ട് വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദിസ് ഓം. അതായത് നോക്കൂ, നമ്മുടെ I പ്രൈം വിൽ ബി ഈക്വൽ ടു 1.2 പ്രപ്പോർഷണൽ ടു നോക്കൂ എങ്ങനെയാണ് വരുന്നത് നോക്കൂ, ഇതിലൂടെ പോകുന്ന കറണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ദിസ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ റെസിസ്റ്റൻസ്. കാരണം ഇവിടെ ഈ AB-ക്കിടയിലുള്ള ഈ ഭാഗത്തിലൂടെ ഈ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് 3 ആണ് അല്ലേ. സോ 3 ബൈ 3 + 6 എന്ന് പറയുമ്പോൾ 3 ബൈ 9 ദാറ്റ് ഈസ് 0.4. സോ 0.4 ആംബിയർ ആണ് നമ്മുടെ 6 ഓമിലൂടെ പാസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് 0.4 ആംബിയർ. സോ പിന്നെ നമുക്ക് I2 പ്രൈം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം I1 പ്രൈം മൈനസ് I പ്രൈം ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1.2 മൈനസ് 0.4 0.8 കിട്ടും. പക്ഷെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും നോക്കൂ, I2 പ്രൈം വിൽ ബി ഈക്വൽ ടു, ഇപ്പോൾ ഈ ബ്രാഞ്ച് അല്ലേ, ഈ ബ്രാഞ്ചിന് പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നർത്ഥം, ഇവിടെ ഉള്ള റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷൻ. സോ 6 ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ 6 + 3 അഗെയിൻ 9. So 6 by 9 that is 1.2 into 6 by 9 that is 0.8 ampere. Okay, so net ആയിട്ട് 0.4 0.8 ആംബിയർ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 6 വോൾട്ടേജ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കറണ്ടുകളും കിട്ടി. ഇവിടെ 1.2 ആംബിയർ ദാറ്റ് ഈസ് സ്പ്ലിറ്റഡ് ഇൻറ്റു 0.4 പ്ലസ് 0.8. അതേപോലെ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഇതേ സർക്യൂട്ടിൽ തന്നെ 6 വോൾട്ടേജിനെ 0.5 ഓം കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ആ സമയത്ത് വരുന്ന കറണ്ടുകൾ ഏതൊക്കെയായിരിക്കും നോക്കൂ, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡബിൾ പ്രൈം, I1 ഡബിൾ പ്രൈം, I2 ഡബിൾ പ്രൈം ആൻഡ് I ഡബിൾ. ഇത് കറണ്ട് ഡയറക്ഷൻസ് നോക്കൂ, 6 വോൾട്ടേജ് ഇവിടെ ആയതുകൊണ്ട് കറണ്ട് ഡയറക്ഷൻസ് ഇങ്ങനെ കൊടുത്തു, ഇവിടെ 12 വോൾട്ടേജ് ഇങ്ങനെ ആയതുകൊണ്ട് കറണ്ട് ഡയറക്ഷൻസ് ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, കാരണം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണല്ലോ കറണ്ട് വരുന്നത്. ഓക്കെ, സോ നൗ ഇവിടെ വരുന്ന നമ്മുടെ കറണ്ടുകൾ നോക്കൂ, 12 വോൾട്ടേജ്, പിന്നെ ഇവിടെ വരുന്നത് 2 ഓം അല്ലേ. സോ അത് കഴിഞ്ഞ് ഇവിടെ പാരലായിട്ട് 6 ഓം പ്ലസ് 2.5 പ്ലസ് 3, അതായത് 6 ഓം പാരലൽ 3 ആണ് വരുന്നത്. സോ അഗെയിൻ 2 ഓം ആയിരിക്കും അല്ലേ, ഇതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും വരുന്നത്. സോ I2 ഡബിൾ പ്രൈം എന്തായിരിക്കും വരിക, 12 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ഇവിടെ ഒരു 1 ഓം ഇന്റേണൽ വരുന്നുണ്ട്, പിന്നെ ഒരു 2 ഓം വരുന്നുണ്ട്, പിന്നെ ഒരു നെറ്റായിട്ട് ഇവിടെ ഒരു 2 ഓം വരുന്നുണ്ട്. സോ അഗെയിൻ 5 ഓം ആയിരിക്കും വരിക, 1 + 2 + 2 5. സോ ദാറ്റ് ഈസ് I2 ഡബിൾ പ്രൈം ഈക്വൽ ടു
12/5 that is 2.4 ആംബിയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി I2 ഡബിൾ പ്രൈമിൻ്റെ എത്ര ഭാഗമാവും? 6 ഓമിലൂടെ പോകുന്ന നേരത്തെ കണ്ടതുപോലെ ഇവിടെ നെറ്റായിട്ട് 3 ഓം ആണ്, ഇവിടെ ആണെങ്കിൽ 6 ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ വരും? നമുക്കറിയാം, നമ്മൾ നോർമലി ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ 3 ഓം ആണ്, 6 ഓം ആണ്. കൂടുതൽ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും, കുറച്ച് കറണ്ട് ആയിരിക്കും ഇതിലൂടെ പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം അല്ലേ. സോ അതുകൊണ്ട് തന്നെ I2 ഡബിൾ പ്രൈം ഇൻറ്റു എന്ത് വരും? I2 ഡബിൾ പ്രൈമിൻ്റെ എത്ര ഭാഗത്തിലൂടെ പോകുന്നത്? 6 ഓമിലൂടെ പോകുന്നത് 3/9, 3 by the total resistance, that is 3/9, which is equal to 0.8 ആംബിയർ ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. സോ ബാക്കി കറണ്ട് ആയിരിക്കും ഇതിലൂടെ പാസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബാക്കി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2.4 മൈനസ് 0.8, ദാറ്റ് ഈസ് 1.6. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ 2.4ൻ്റെ ഇതിലൂടെ പോകുമ്പോൾ 6/9 ആയിരിക്കും വരുന്നത് അല്ലേ. 6/9 ദാറ്റ് ഈസ് 1.6 ആംബിയർ ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിട്ട് മാറി നോക്കൂ? ടോട്ടൽ I1 എന്തായിട്ട് മാറി? വാട്ട് ഈസ് I1? 2.5 ഓമിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് അല്ലേ. ഒരു കറണ്ട് നെറ്റ് കറണ്ട് ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. സോ ദിസ് 2.5 ഇങ്ങനെ പോകുന്ന I1 പ്രൈം മൈനസ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന I1 ഡബിൾ പ്രൈം ആയിരിക്കും വരുന്നത് അല്ലേ. സോ I1 പ്രൈം മൈനസ് I1 ഡബിൾ പ്രൈം ദാറ്റ് ഈസ് 1.2 മൈനസ് 1.6 അല്ലേ. ദാറ്റ് ഈസ് മൈനസ് 0.4, മൈനസ് 0.4, ദാറ്റ് ഈസ് മൈനസ് 0.4 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? കറണ്ട് ആക്ച്വലി ഇങ്ങോട്ടല്ല, കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക. കാരണം ഇവിടെ 12 ഇവിടെയല്ലേ വരുന്നത്, ഇവിടെയല്ലേ വോൾട്ടേജ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ 0.4 വോൾട്ടേജ് ഈ ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ്, നമ്മൾ എടുത്ത ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതേപോലെ I2 നോക്കൂ, I2 is equal to അതേപോലെ എങ്ങനെ വരും? ഇവിടെ I2ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ I2 പ്രൈം ഇങ്ങോട്ടാണ്, I2 ഡബിൾ പ്രൈം ഇങ്ങോട്ടാണ്. സോ I2 ഡബിൾ പ്രൈം മൈനസ് I2 പ്രൈം ആയിരിക്കും എടുക്കേണ്ടി വരും അല്ലേ. സോ ദാറ്റ് ഈസ് I2 ഡബിൾ പ്രൈം ഈസ് 2.4, then I2 പ്രൈം ഈസ് 0.8, that is 2.4 minus 0.8, that is 1.6 ആംബിയർ. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ I പ്രൈം രണ്ടും സെയിം, എല്ലാം ഒരേ ഡയറക്ഷനാണ്. സോ I is equal to I പ്രൈം പ്ലസ് I ഡബിൾ പ്രൈം. സോ ദാറ്റ് ഈസ് I പ്രൈം പ്ലസ് I ഡബിൾ പ്രൈം എന്ന് പറയുമ്പോൾ 0.4 പ്ലസ് 0.8, ദാറ്റ് ഈസ് 1.2 ആംബിയർ. ദീസ് ഇതിലൂടെ എന്ത് ചെയ്യുന്നു? 1.2 ആംബിയർ കറണ്ടാണ് ടോട്ടലായിട്ട് നമ്മുടെ I6 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അക്രോസിലുള്ള വോൾട്ടേജും കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലേ. സോ ദാറ്റ് വോൾട്ടേജ് വിൽ ബി I into R, ദാറ്റ് ഈസ് 1.2 into 6 ഓം. 1.2 into 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 7.2 വോൾട്ടേജ് ആയിരിക്കും വരുന്നത് അല്ലേ. സോ ഇതിൻ്റെ അക്രോസിൽ 7.2 വോൾട്ടേജ് ആണ് ഡ്രോപ്പ് വരുന്നത്. ഓക്കെ.